വീട്ടിൽ പോയിരിക്കുക. അതാണ് നമ്മൾ അവരോട് കാണിക്കേണ്ട മര്യാദകളിൽ പ്രധാനമായിട്ടും ഒന്നുള്ളത്. പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ ആഖിലു മുത്തഖിയൻ, ചാരി ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. അത് ഡോക്ടർമാരും ഇന്ന് പല ഡോക്ടേഴ്സും പല രോഗികളോടും പറയുന്ന വിഷയം, ചാരി ഇരുന്നുകൊണ്ട് വെള്ളം പോലും കുടിക്കരുത്. ഭക്ഷണം പിന്നെ വെള്ളം പോലും കുടിക്കരുതെന്ന്. ചാരി ഇരിക്കാതെ വേണം ഭക്ഷണം കഴിക്കാൻ. കുടൽ സംബന്ധമായ പല ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് വന്നുപോകും. അതുകൊണ്ട് ചാരി ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. പെട്ടെന്ന് ഭക്ഷണം അതിന് വന്ന ഉടനെ ഒരുപാട് സമയം സംസാരിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 5 കാര്യങ്ങളിൽ ധൃതി കൂട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണെന്ന് പരിശുദ്ധ ഇസ്ലാം. എന്തൊക്കെയാണ്? ഇത്ആമുൽ വൈഫി, അതിഥിയെ വേഗം ആദരിക്കുക, പെട്ടെന്ന് ഭക്ഷണം കൊടുക്കുക. വതജ്ഹീസുൽ മയ്യിത്തി, മയ്യിത്തിനെ വേഗം കബറടക്കുക, മയ്യിത്തിനെ വേഗം കബറടക്കുക. വതസ്വീജിൽ ബിക്രി, കന്യകയായ സ്ത്രീകളെ പെട്ടെന്ന് വിവാഹം കഴിക്കുക. വിവാഹാലോചന വന്നിട്ടില്ലെങ്കിൽ അത് വൈകിപ്പിക്കാതെ വിവാഹം കഴിക്കുക. കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടുക. ദോഷങ്ങളുടെ പേരിൽ പെട്ടെന്ന് തൗബ ചെയ്യുക, മാറ്റിവെക്കാതെ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു അതിഥിയെ സൽക്കരിക്കുന്ന കാര്യത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു. അപ്പൊ അതിഥിയെ ആദരിക്കുക, അവനെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പുണ്യമായ ഒരു കാര്യമാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് 10-15 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. ആദ്യം എന്ത് കൊടുക്കണം, ഫ്രൂട്ട്സിൽ നിന്ന് തുടങ്ങണമെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വെച്ചിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ.